ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ദനഹ തിരുനാളിൻ്റെ 1000 മംഗളങ്ങൾ. ദനഹ എന്ന് പറയുമ്പോൾ വെളിപ്പെടുത്തപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ദനഹ എന്ന് പറയും തിരുനാൾ എന്ന് പറയുമ്പോൾ ഈശോ ലോകത്തിന് വെളിപ്പെടുത്തപ്പെടുന്ന കാലം എന്ന് പറയാനായിട്ട് സാധിക്കും. അത് ആരംഭിക്കുന്നത് ഈ ജനുവരി 6, 7 തീയതികളിലാണ്. അതേസമയം 5-ാം തീയതി രാത്രി തന്നെ പിണ്ടി കുത്തുന്ന പാരമ്പര്യവും നമുക്കുണ്ട്, രാക്കുളി പാരമ്പര്യവും നമുക്കുണ്ട്. രാക്കുളി പാരമ്പര്യം കൂടുതലായും ഓർത്തഡോക്സ് സഭകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഈ 2 ആഘോഷങ്ങളും വരുന്നത്? ഇത് രണ്ടിലും ഏതാണ് ശരി? രണ്ടും ശരിയാണ്. രണ്ടും 2 പാരമ്പര്യങ്ങളെ ആഘോഷിക്കുന്നതാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ 2 രീതികളിലുള്ള ആഘോഷത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമിട്ട് നിൽക്കുന്ന രഹസ്യത്തെ ആഘോഷത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദനഹായുടെ അടിസ്ഥാനമായിട്ട് പാശ്ചാത്യ സഭയിൽ നമ്മൾ കാണുന്നത് പൂജരാജാക്കന്മാരുടെ ബെത്ലഹേമിലേക്കുള്ള എഴുന്നള്ളിപ്പാണ്. അപ്പോൾ ആകാശത്തിലെ നക്ഷത്രം കണ്ടു, ആ നക്ഷത്രത്തെ അവർ പിഞ്ചെന്തു എന്നുള്ളതാണ്. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈശോ ലോകത്തിന്റെ പ്രകാശമാണെന്നു കൂടിയുള്ള സത്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് പിണ്ടി കുത്തുന്ന പാരമ്പര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പിണ്ടി ഉപയോഗിച്ചുകൊണ്ട് ദീപം കത്തിക്കുന്നതിന് വേണ്ടി പ്രാദേശികമായി ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഏതൊരു പാവപ്പെട്ടവനും സ്വീകരിക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ് വാഴപ്പണ്ടി ഉപയോഗിക്കുക എന്നുള്ളത്. അതിലൂടെ മെഴുകുതിരി തെളിച്ചുകൊണ്ട് ഈശോ ലോകത്തിന്റെ പ്രകാശമാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുക. അതേസമയം പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് നോക്കുമ്പോൾ മാമോദീസായ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. ഈശോയുടെ മാമോദീസായെ അനുസ്മരിച്ചുകൊണ്ടാണ് പ്രത്യേകമായി രാക്കുളി എന്ന ആഘോഷം നടത്തുന്നതായിട്ട് നമ്മൾ കാണുക. അപ്പോൾ ഇത് രണ്ടും അർത്ഥവത്താണ് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വലിയ സത്യം, ദീപാവലി ഹൈന്ദവ രീതിയിൽ എന്താണെന്ന് നമുക്കറിയാം. ഏതായാലും ദീപാവലിയെ കുറിച്ച് കൂടുതൽ പറയേണ്ട സമയമല്ല ഇത്. പക്ഷേ ദീപാവലിക്ക് എന്തുമാത്രം ആഗോളതലത്തിലും പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. എങ്കിൽ നമ്മളെ സംബന്ധിച്ച് ദനഹായാണ് കൂടുതൽ പ്രാധാന്യം. ഈശോ മാത്രം ദൈവമാണെന്നും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ തിരുനാൾ ആഘോഷത്തിലൂടെ നമ്മൾ ചെയ്യുക. പിണ്ടി തെളിക്കുന്നതിലൂടെ പൂജരാജാക്കന്മാർ നക്ഷത്രത്തെ കണ്ട് പിഞ്ചെന്തുകൊണ്ട് ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ കണ്ടെത്തി എന്ന സത്യത്തെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ഈശോ ലോകത്തിന്റെ പ്രകാശമാണെന്നുള്ള സത്യത്തെ കൂടി വെളിപ്പെടുത്തുന്നതാണ് ദനഹായോടനുബന്ധിച്ച്, ദനഹാ തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ വൈദ്യുതി അലങ്കാരങ്ങൾ നടത്തുന്നതും അതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗങ്ങൾ നടത്തുന്നതും പടക്കം പൊട്ടിക്കുന്നതൊക്കെ അനാവശ്യമായ ആർഭാടങ്ങളായിട്ട് തീരാതെ ഈശോ ലോകത്തിന്റെ പ്രകാശമാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന രീതിയിൽ അത് നടത്തുകയാണെങ്കിൽ തീർച്ചയായും അതും അർത്ഥവത്തായ ഒരു അടയാളമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഈശോ മാത്രം രക്ഷകൻ എന്ന സത്യം ദൈവം അടയാളങ്ങളിലൂടെ വെളിപ്പെടുത്തിയെങ്കിൽ, നക്ഷത്രത്തിലൂടെ വെളിപ്പെടുത്തിയെങ്കിൽ, മാമോദീസായുടെ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടുകൊണ്ട് പരിശുദ്ധാരൂപി പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് പിതാവിന്റെ സ്വരത്തിലൂടെ വെളിപ്പെടുത്തിയെങ്കിൽ, ഈ 2 ആഘോഷങ്ങളെ ദൈവം തന്ന ആഘോഷങ്ങൾ എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം ലോകത്തിന്റെ പ്രകാശമാണ് ഈശോ എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് നക്ഷത്രം എന്ന അടയാളം തന്നത് ദൈവമാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. വിജാതീയരായിട്ടുള്ളവരാണ് ഈശോയെ ദൈവമായി കണ്ടുകൊണ്ട് ആരാധിക്കാനായിട്ട് നക്ഷത്രത്തെ കണ്ടുകൊണ്ട് പിഞ്ചുന്നു വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ളതായ ദീപാലങ്കാരങ്ങളും പിണ്ടികുത്തിയും ഒക്കെ ആഘോഷമൊക്കെ വളരെ വളരെ അർത്ഥവത്താണ്. അതുപോലെ ദൈവം തന്ന ആഘോഷമാണ് ഈശോയുടെ മാമോദീസായുടെ സമയത്ത് സ്വർഗം തുറക്കപ്പെടുന്നതും പിതാവിന് സ്വരമുണ്ടാകുന്നതും പരിശുദ്ധാരൂപി പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നതും. അപ്പോൾ ദൈവം ആഘോഷത്തിലൂടെ നൽകിയിട്ടുള്ള ഈശോ മാത്രമാണ് ദൈവം എന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളെ നമ്മൾ ഇവിടെ ഇന്ന് ആഘോഷങ്ങളിലൂടെ ലോകത്തോട് പറയുകയാണ് ഈശോ മാത്രമാകുന്നു രക്ഷകൻ. അതോടൊപ്പം ഈ ദനഹാ തിരുനാളിനോട് ചേർന്ന് പല വിശുദ്ധരുടെ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അത് സഭയുടെ ചരിത്രത്തിൽ വളർന്നു വന്നിട്ടുള്ളതാണ്. അതിനെയും നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. കാരണം വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവരെ ബഹുമാനിക്കുക, അവരുടെ മധ്യസ്ഥതയാൽ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ നമ്മൾ വെളിപ്പെടുത്തുന്നത് ഈശോയെയാണ്. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തിയാണ്.
പ്രത്യേകിച്ച് നമ്മൾ സെബസ്ത്യാനോസിന്റെ കാര്യം എടുക്കുമ്പോൾ ഈശോ മാത്രമാണ് ദൈവമാണെന്നും രക്ഷകനെന്നും വിശ്വസിച്ചുകൊണ്ട് ആ ഈശോയ്ക്ക് വേണ്ടി വീരോചിതമായ മരണം സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ, ആ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായ ഉപകരണത്തെ പോലും, അമ്പയെ പോലും ദൈവം അടയാളങ്ങൾ നൽകാനുള്ളതായ മാധ്യമങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിലൂടെയും നടക്കുന്നത് എന്താണ്? വിശുദ്ധന്റെ ചരിത്രത്തിൽ കാണുന്ന ചരിത്രത്തിലൂടെ ഈശോ മാത്രമാണ് രക്ഷകനെന്ന് നമ്മൾ അവിടെയും ലോകത്തെ വെളിപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഈ രാക്കുളി എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാത്തവരും കാണും. കാരണം മധ്യ തിരുവിതാംകൂറിൽ ഇതിന് വലിയ പ്രചാരമില്ല. ഈ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യമാണ് ഹൈന്ദവ സഹോദരങ്ങൾ ശബരിമലയ്ക്ക് പോകാനായി നോമ്പ് നോറ്റ് പുലർക്കാലെ നദിയിൽ പോയി കുളിക്കുന്നത്. എന്നതുപോലെ തന്നെ യോർദാൻ നദിയെ അനുസ്മരിച്ചുകൊണ്ട് അടുത്തുള്ള കുളത്തിലോ നദിയിലോ പോയി ഈശോയുടെ മാമോദീസായെയും ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് കുളിക്കുന്നതിനെയാണ് നമ്മൾ രാക്കുളി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് സാംസ്കാരിക അനുരൂപണത്തിൻ്റെ കൂടി ഭാഗമായിട്ട് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണെന്ന് കൂടി നമുക്ക് ഓർത്തിരിക്കാം. അങ്ങനെ പിണ്ടി കുത്തുന്നതിലൂടെയും രാക്കുളിയിലൂടെയും വിശുദ്ധരെ ബഹുമാനിക്കുന്നതിലൂടെയും ഈശോ മാത്രമാണ് രക്ഷകനെന്ന്, ഈശോ മാത്രമാണ് ദൈവമെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.